നോമ്പ് 4-ാം തിങ്കൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ബെഥസ്ദായിലെ രോഗശാന്തി. സമാന്തര സുവിശേഷത്തിലും തളർവാത രോഗിയോട് കട്ടിൽ ചുമന്നുകൊണ്ട് പോകാൻ പറയുന്ന രോഗസൗഖ്യം നാം വായിക്കുന്നുണ്ട്. യോഹന്നാനിൽ 38 വർഷമായി ഇളകുന്ന വെള്ളത്തിൽ ഇറങ്ങി സൗഖ്യം പ്രാപിക്കാൻ പരിശ്രമിച്ചൊരു രോഗിയുടെ ദൈന്യത കണ്ട് യേശു സ്വയം മുൻകൈയെടുത്ത് സൗഖ്യം നൽകുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. അതൊരു സാബത്ത് ദിവസമായത് വീണ്ടും യഹൂദരുടെ എതിർപ്പിന് കാരണമായി. ദേവാലയത്തിൽ വീണ്ടും യേശു അവനെ കണ്ടുമുട്ടുന്നു. അവന്റെ ശാരീരിക സൗഖ്യം പൂർണ്ണമായിരുന്നെന്ന് ഇത് വ്യക്തമാക്കുന്നു. ശാരീരിക വൈകല്യമുള്ളവർക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാൻ മുടക്കമുണ്ടായിരുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്നതിനർത്ഥം യേശു അയാളെ മോചിപ്പിച്ചത് പാപത്തിൽ നിന്നാണെന്ന് വ്യക്തം. പാപത്തെ ഒരു രോഗമായിട്ടാണ് യേശു കാണുന്നത് എന്ന് ചുരുക്കം. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശു. പാപമാകുന്ന മരണത്തിൽ നിന്ന് അവനെ രക്ഷിച്ച് യേശുവാകുന്ന ജീവൻ നൽകാനാണ് യേശു വന്നിരിക്കുന്നത്. അതാണ് പിതാവിന്റെ ഇംഗിതം. ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി 7-ാം ദിവസം വിശ്രമിച്ചു. പക്ഷേ സൃഷ്ടിയുടെ പരിപാലനം എന്ന ജോലി അവൻ അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. അതിനാൽ ദൈവത്തിന്റെ വിശ്രമം എന്നത് മനുഷ്യൻ നൽകുന്ന അർത്ഥത്തിലല്ല. പരിപാലനം എന്നതിന്റെ അർത്ഥം രക്ഷാകർമ്മം എന്നാണ്. നശിച്ചു തളർന്ന് ഒരുവന്റെ പേശികൾക്ക് വീണ്ടും ജീവൻ നൽകുന്നത് രക്ഷയും പരിപാലനവും നൽകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയാണ്. പിതാവിന്റെ ഏകസത്ത തന്നെയായ യേശു ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികളും പിതാവിന്റെ പരിപാലന രക്ഷാകർമ്മത്തിന്റെ ബഹിർസ്ഫുരണം തന്നെയാണ്.